ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ക്ലാസ് റൂം ഓഫ് ദി അലൈനിൻ്റെ സീസൺ 4 എപ്പിസോഡ് നമ്പർ 2 ആണ്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യേണ്ടതാണ്. സോ എപ്പിസോഡിലേക്ക് പോവാം. എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ ഒരുത്തൻ നീയാണോ കുസീഡ? ഇത് ഞാനാണ്. ഞാൻ നിന്നോട് ഒരു കൊല്ലം മിഡിൽ സ്കൂളിലുണ്ടായിരുന്നു. ഞാനാണ് യാഗമി. കുസീഡ: ഓ, നീ യാഗമിയാണല്ലേ? അതെ. കുസീഡയോട് എടുത്തി നിനക്കവനെ അറിയുമോ? അതെ. ഇവൻ നല്ല സ്മാർട്ടും ഇമ്പ്രസീവും ഒക്കെയാണ്. അതിനെക്കുറിച്ച് നിനക്കും യാഗമീനെ അറിയുമോ? ഇല്ല. എനിക്ക് എന്നെ കെയർ ചെയ്യാത്തവനെ നോട്ടീസ് ചെയ്യാൻ തന്നെ സമയമില്ല. നീ ചിന്തിച്ചിരുന്നോ യാഗമിക്ക് കുസൈഡിയുടെ പാസ്റ്റ് അറിയുമോ എന്ന്? അതിന് അത്ഭുതമൊന്നുമില്ല. യാഗമിയാണെങ്കിൽ കുസൈഡിയുടെ നേരെ കൈനീട്ടി. ഇത് കുറച്ച് നേരത്തെയാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നത് നിന്നെ വിശ്വസിക്കാൻ പറ്റുമെന്നാണ്. നീ സ്പെഷ്യൽ ടെസ്റ്റിൽ എൻ്റെ പാർട്ണറാകുമോ? കുസൈഡ: വേണ്ട. നിനക്ക് എന്നേക്കാൾ സ്മാർട്ടറായിട്ടുള്ള ആളെ തിരഞ്ഞെടുക്കരുതോ? യാഗമി പെട്ടെന്ന് അവളുടെ കയ്യിൽ കയറി പിടിച്ച്: ഞാൻ ഇപ്പോഴും ഈ സ്കൂളിൽ എൻ്റെ വഴി കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണറിനെയാണ് വേണ്ടത്. കുസൈഡ: എനിക്ക് ആലോചിക്കാൻ കുറച്ച് ടൈം തരുമോ? തീർച്ചയായും. നീ ആൻസർ പറയുന്നത് വരെ മറ്റാരെയും ഞാൻ എൻ്റെ പാർട്ട്ണറാക്കുകയില്ല. പിന്നീട് കാണുന്നത് സൂഡോയും അയനക്കോജിയും ഒർഹിറ്റയും ഫസ്റ്റ് ഇയേഴ്സിനെ തപ്പി നടക്കുകയായിരിക്കും. അയനക്കോജി നമ്മൾ സൂഡോയ്ക്ക് പറ്റിയ ഒരു ഫസ്റ്റ് ഇയർ പാർട്ട്ണറിനെയാണോ നോക്കുന്നത്? നോക്കാം. പിന്നീട് ഒർഹിറ്റ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ അടുത്ത്: ഞങ്ങൾ വരാൻ പോകുന്നത് ടെസ്റ്റിന് വേണ്ടിയാണ്, പാർട്ട്ണറിനെ തപ്പുകയാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുമോ? തീർച്ചയായും. അതിലൂടെ ഞങ്ങൾ ആരും സ്വന്തമായി പാർട്ട്ണറിനെ തിരഞ്ഞെടുത്തില്ല. ഒർഹിറ്റ: നന്ദി. ഞങ്ങൾ സൂഡോയ്ക്ക് വേണ്ടിയാണ് പാർട്ട്ണറിനെ നോക്കുന്നതെന്ന് പറഞ്ഞ് അവനെ കാണിക്കും. പിന്നെ സൂഡോ: നീ പറയുന്നത് പോയിൻറ്റ്സ് വെച്ച് കളിക്കാനാണോ? 50,000 വെച്ച്. അതങ്ങനെയല്ല, 5 ലക്ഷമാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ക്ലാസ് എയിൽ നിന്നും ക്ലാസ് സിയിൽ നിന്നും ഓഫേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്ന ബെസ്റ്റ് ഓഫർ തിരഞ്ഞെടുക്കും. ഞങ്ങൾക്കത് മനസ്സിലായി. ഞങ്ങൾക്ക് മറ്റൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. നിങ്ങൾ വേറെ ക്ലാസ് ഡി സ്റ്റുഡൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഹോസൻ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവരെല്ലാം പോയി. ഹൊർഹിറ്റെ പറയും സെക്കൻഡ് ഇയേഴ്സ് കൂടുതലും പാർട്ട്നേഴ്സിനെ കണ്ടെത്തുവാനായിരിക്കും ഫെയിൽ ആവുക. ഹൊസന് അതുവഴി വലിയ പോയിന്റ്സ് തട്ടിയെടുക്കണം. അതിനെക്കുറിച്ച് നമ്മൾ ഇനിയും ചോദിച്ചാലും ഈ മറുപടി തന്നെയായിരിക്കും കിട്ടുക. എനിക്ക് ഈ മണി ഗെയിം എൻഗേജ് ചെയ്യാൻ താല്പര്യമില്ല. ഈ ടെസ്റ്റിൽ നിന്ന് 50 ക്ലാസ് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്ലേസ് നേടാൻ പറ്റും. അത് പ്രൈവറ്റ് പോയിന്റ്സായി കൺവേർട്ട് ചെയ്താൽ 2 മില്യണെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് എത്ര പോയിന്റ്സ് പോയാലും പ്രശ്നമില്ല. നമ്മുടെ ഏറ്റവും നല്ല ചാൻസ് എന്നത് ക്ലാസ് 1 നെഗോഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾക്ക് ഒരു എക്സലൻറ്റ് പാർട്ട്ണറെയും കണ്ടെത്തണം. അതിന് നമ്മൾ കുട്ടികളോട് ചോദിക്കുന്നത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോഴായിരിക്കും ഉയർത്തി പിടിക്കുക. ഒരു എക്സലൻറ്റ് പാർട്ട്ണർ ഇതാ നിങ്ങളുടെ മുമ്പിൽ. ഒർഹിറ്റ: നീ ഒളിഞ്ഞു കേൾക്കുകയായിരുന്നു. അവൾ: നിങ്ങൾ എന്താണിത് പറയുന്നത്? ഞാൻ അത് പറഞ്ഞു എന്ന് മാത്രം. ഞാൻ അമസ്വമായി ക്ലാസ് 1 നിന്ന്. എനിക്ക് അക്കാഡമിക് അച്ചീവ്മെൻറ്റിൽ എ റാങ്ക് ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? നിൻ്റെ ഓഫറിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. പക്ഷേ നീ സൂഡോയുമായി വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? അവൾ: ഇവൻ്റെ അക്കാഡമിക് അച്ചീവ്മെൻറ്റ് റേറ്റിംഗ് E+ ആണല്ലേ? ശരി, എന്നാൽ ഒരു കൈ നോക്കാം. അവൻ: അതിനർത്ഥം എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ആളുകളെ ഇഷ്ടമാണ്. നീ എന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ട്രെങ്തോ വില്ലോ ഒന്നുമല്ല, ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ആൾ. അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ച്: ഞാൻ ഒരുപാട് തവണ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുടെ മടി പോക്കിയിട്ടുണ്ട്. നീ എൻ്റെ പാർട്ട്ണറായി വർക്ക് ചെയ്താൽ ടോപ്പിലെത്തും. ഒർഹിറ്റ: നീ തമാശ കളിക്കുകയാണോ? നിനക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല. അവൾ: ഞാൻ ജോക്ക് പറയുകയല്ല, ഞാൻ സീരിയസ് ആണ്. എനിക്ക് സ്ട്രോങ് ആയിട്ട് ആളുകളെ ഇഷ്ടമാണ്. സൂഡോയ്ക്ക് അത് കേട്ട് പേടിയായി അവളുടെ കൈ തട്ടി മാറ്റി. വാ, നമുക്ക് പോവാം. അവൾ ഇത് ഫണ്ണിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഒർഹിറ്റ: എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് പറഞ്ഞ് അവൾ അവിടെ നിന്ന് നടന്നു പോകും. അവൾ: എനിക്ക് ഒരു ചാൻസ് കൂടി തരണം. എനിക്ക് കുക്ക് ചെയ്യുന്ന ആളുകളെയും ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഒരു ഡിലീഷ്യസ് ഡിഷ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പാർട്ട്ണർ ആവുന്നതാണ്. സൂഡോ: കുക്ക് ചെയ്യാനോ? ഞാനിതിനു മുമ്പേ കുക്ക് ചെയ്തിട്ടില്ല. ഒർഹിറ്റ: അവന് പകരം നീ എന്നെ കുക്ക് ചെയ്യാൻ അനുവദിക്കുമോ? ഇല്ല, എനിക്ക് കുക്ക് ചെയ്യുന്ന ആണുങ്ങളെയാണ് ഇഷ്ടം. ഹിറാറ്റോ ഒന്ന് ചിന്തിച്ച്: അയനക്കോജി, നീ എന്നോട് നല്ലവണ്ണം കുക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേ? കുക്കിംഗ് എൻ്റെ സ്ട്രോങ്ങസ്റ്റ് ഫീൽഡാണ്. ഒർഹിറ്റ: എന്നാൽ നീ അയനക്കോജിയെ ഇതിന് ചെയ്യാൻ അനുവദിക്കുമോ? ഇച്ചിക: കുഴപ്പമില്ല. നിനക്ക് കുക്ക് ചെയ്യാൻ അറിയുമോ? എൻ്റെ സ്റ്റാൻഡേർഡ് വലുതാണ്. ഒർഹിറ്റ: അവൻ അത് നോക്കിക്കോളും. കുഴപ്പമില്ല. അവൾ: എന്നാൽ ശരി, ഡീൽ. നീ നാളെ ക്ലാസ്സിന് ശേഷം അത് കാണിക്കേണ്ടതാണ്. നീ ഫെയിലായാൽ നമ്മൾ തമ്മിലുള്ള എല്ലാ ഡീൽസും കഴിയും. സൂഡോ അതിനെക്കുറിച്ച് ദയവ് ചെയ്ത് എൻ്റെ പാർട്ട്ണറിന് കുക്ക് ചെയ്ത് കൊടുക്ക്. അവൾ: എന്നാൽ ശരി, നാളെ കാണാമെന്ന് പറഞ്ഞു പോവും. അതിനെക്കുറിച്ച് ഹൊർഹിറ്റയോട്: നീ എൻ്റെ കുക്കിംഗ് സ്കില്ലിനെ കുറിച്ച് നല്ലവണ്ണം അറിയാലോ? അതെ, ഞാൻ ഒരു പ്ലാൻ ആലോചിച്ചിട്ടുണ്ട്. പിന്നീട് അടുത്ത ദിവസം രാവിലെ സ്കൂളിലേക്ക് അതിനെക്കുറിച്ച് നടന്നു പോകുമ്പോൾ അവൻ്റെ ഫോണിൽ ഇന്ന് രാവിലെ 34 പേഴ്സ് കൂടി വന്നു. ഇപ്പോഴാകെ 56 പേഴ്സ് ടോട്ടലി ഉണ്ട്. ഞാൻ കുറച്ചുകൂടി സീരിയസ് ആകണം. അപ്പോഴായിരിക്കും പുറകിൽ നിന്ന് നനാസ്: ഇന്നലെ ഹോസ്റ്റലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതിനെക്കുറിച്ച് നീ ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല. അവൻ ഇന്നലെ കുറച്ച് റാഷായി പെരുമാറി.
എനിക്ക് അതിൽ കുറ്റബോധമുണ്ട്. അതിനെക്കുറിച്ച് ഇവൾക്ക് നല്ല ഗ്രേഡൊക്കെ ഉണ്ട്. പിന്നെ എന്താ ഇവൾ ക്ലാസ് ഡിയിലായത്? എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഇവൾ ഇന്നലെ നോക്കിയതാണ്. അതിനെക്കുറിച്ച് നിനക്ക് പാർട്ട്ണറിനെ കിട്ടിയില്ലേ? ഇല്ല. കുറച്ച് ആളുകൾ ഓഫേഴ്സ് തന്നിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ രണ്ടുപേരുടെയും ക്ലാസ്സിലെ ആളുകൾ പരസ്പരം പാർട്ട്നേഴ്സായി വർക്ക് ചെയ്താലോ? നീ ഉദ്ദേശിക്കുന്നത് അലയൻസ് ആണോ? എനിക്ക് അതിന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഹൊസൻ അല്ലേ? അതെ, അധിക സ്റ്റുഡൻസും അവൻ പറഞ്ഞതനുസരിച്ചാണ് ചെയ്യുന്നത്. നിനക്കൊരു സ്പെഷ്യൽ പൊസിഷൻ നിൻ്റെ ക്ലാസ്സിലില്ലേ? നീ എന്താണ് അവനെ പിടിച്ചു നിർത്താത്തത്? എനിക്ക് അതിന് താല്പര്യമില്ല. പക്ഷേ ഹൊസൻ ആണ് നിങ്ങളുടെ ക്ലാസ്സിലെ പോളിസി തീരുമാനിക്കുന്നത്. എനിക്ക് സംശയമുണ്ട് അവൻ എൻ്റെ ഓഫർ സ്വീകരിക്കുമോ എന്നതിൽ എന്നും പറഞ്ഞ് അവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങും. നീ അതിന് തയ്യാറാണെങ്കിൽ ഞാൻ നെഗോഷിയേഷന് ട്രൈ ചെയ്യാം. അതിനെക്കുറിച്ച് നിനക്കതിന് ഉറപ്പ് പറയാൻ കഴിയുമോ? ഒറഹിറ്റ നിന്നെ അഭിനന്ദിക്കും. ഒറഹിറ്റാണോ നിങ്ങളുടെ ക്ലാസ് ലീഡർ? അതെ. അതിനെക്കുറിച്ച് നമ്മൾക്ക് കോൺടാക്ട് പരസ്പരം ഷെയർ ചെയ്താലോ? ഉറപ്പായും. എനിക്ക് നിങ്ങളോട് വർക്ക് ചെയ്യാൻ സന്തോഷമേയുള്ളൂ. പിന്നീട് അയനക്കോച്ചിയും ഒറഹിറ്റയും കൂടി ഒരു സ്ഥലത്ത് നിന്ന് മാറി സംസാരിക്കും. ഒറഹിറ്റ നീ കൊണ്ടുവന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഉറപ്പില്ല. പക്ഷേ ഹൊസൻ മണി ഗെയിമാണ് കളിക്കേണ്ടത്. നീ അത് അവോയ്ഡ് ചെയ്യുകയല്ലേ? അതെ. പക്ഷേ ആ പോയിൻറ്റ്സ് അവനതിന് ശേഷം എന്തിനാ? നീ ചിന്തിച്ചിരുന്നു അവൻ ആരെയോ ടാർഗറ്റ് ചെയ്യുകയാണ്. ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ക്ലാസ് 1 ബിയുമായി ഒരു അലയൻസിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇൻവോൾവ് ചെയ്താൽ അവൻ നിൻ്റെ കൂടെയും കുഷിയുടെ കൂടെയും മിഡിൽ സ്കൂളിൽ പഠിച്ചതല്ലേ? കുഷിയുടെ ഇന്നലെ അവനുമായി പാർട്ട്ണറായി. നീ നിൻ്റെ പാർട്ട് നല്ലോണം ചെയ്യണം. നീ പറയുന്നത് ഇച്ചികയെ പറ്റിയാണോ? അതെ. എനിക്കൊരു പ്ലാൻ കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഇച്ചിക അയനക്കോച്ചിക്ക് കുക്ക് ചെയ്യേണ്ട സാധനമൊക്കെ വാങ്ങിക്കൊടുക്കുന്നതായിരിക്കും കാണിക്കുക. അയനക്കോച്ചി എൻ്റെ റൂമിൽ സാധനമൊക്കെ ഉണ്ട്. ശരി, എനിക്ക് നിനക്ക് വേണ്ടിയുള്ള സാധനമാണ് വാങ്ങുന്നത്. ഇതെല്ലാം നല്ല എക്സ്പെൻസീവ് ബ്രാൻഡാണല്ലോ? അതെ. അതിനെക്കുറിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? പക്ഷേ അവൾ ഒരു കത്തി എടുത്ത് അതിലിടും. ഇതെല്ലാം എനിക്ക് വേണ്ടിയാണ്, ഇതൊന്നും വേസ്റ്റ് ചെയ്യരുത്. അവളൊരു മോൺസ്റ്റർ തന്നെയാണ്. പിന്നീട് അവർ അതിനെക്കുറിച്ച് റൂമിൽ പോകും. അവൾ റൂം കണ്ടിട്ട് ഇത് വളരെ നീറ്റാണല്ലോ, അതിനെക്കുറിച്ച് ഞാൻ കുക്ക് ചെയ്യാം, നീ വീട്ടിൽ പോയിക്കോ. വേണ്ട, നീ കുക്ക് ചെയ്ത് കഴിയുന്നത് വരെ ഫോൺ യൂസ് ചെയ്യരുത്. നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ഇതാ എൻ്റെ ഫോൺ ഇവിടെയുണ്ട്. നിനക്ക് എന്ത് ഡിഷാണ് വേണ്ടത്? ടോം യൂങ് കോങ് ഹീറോ. അതെന്താണ് വിളി? പിന്നീട് കിച്ചണിൽ പോയി ഹെഡ്ഫോൺ ഇടും. അതിൽ ഹൊറഹിറ്റി ആയിരിക്കും. ഞാൻ എന്താണെന്ന് കേട്ടു, പക്ഷേ ഇതാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. നീ ഇന്നലെ നൈസ് എങ്ങനെയാണ് യൂസ് ചെയ്യണതെന്ന് പഠിച്ചില്ലേ? നമ്മൾ ഇത് ഉണ്ടാക്കാൻ 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ടൈം വേണം. നീ ഓക്കെ അല്ലേ? അയനക്കോജി, എനിക്ക് ഈ ദിവസം എന്തൊക്കെയാണോ നടക്കുന്നത്? പിന്നീട് അയനക്കോജി അത് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കും. അവളത് തിന്ന് ഇത് ഉണ്ടാക്കിയത് നന്ദി. നിൻ്റെ ടോം യൂങ് കോങ് നന്നായിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് വൃത്തിയാക്കാമെന്ന് പറഞ്ഞ് അവൾ തിന്ന പാത്രം ക്ലീനാക്കാൻ പോവും. അയനക്കോജി, വേണ്ട, ഞാൻ നോക്കിക്കോളാം. അവൾ സാരമില്ല എന്ന് പറഞ്ഞത് ക്ലീൻ ചെയ്യും. അയനക്കോജി, എന്താണ് നിൻ്റെ ജഡ്ജ്മെൻറ്റ്? ഇച്ചിക, നീ എടുത്ത എഫേർട്ടും ഒക്കെ കൊണ്ട് ഞാൻ സൂഡോയുമായി പെയർ ചെയ്യാം. അയനക്കോജി, നന്ദി. കുഴപ്പമില്ല, ഞാൻ ഒരിക്കലും മറക്കില്ല. ഇപ്പോൾ ഒരുപാട് ലേറ്റായി, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോവും. ഉർഹിറ്റ്, നന്നായി. അങ്ങനെ സൂഡോയുടെ പ്രോബ്ലംസ് ഇവിടെ അവസാനിച്ചു. അയനക്കോജി, ഇവളുടെ തീരുമാനമാണ് നമ്മളെ രക്ഷിച്ചത്. നനാസെ അടുത്തതായി എന്നെ കോൺടാക്ട് ചെയ്യും. ശരിയെന്ന് പറഞ്ഞ് ഉർഹിറ്റ് ഫോൺ കട്ട് ചെയ്യും. ഇച്ചിക ഒരു വൈറ്റ് റൂം സ്റ്റുഡൻ്റാണ്. ഞാൻ ഒരിക്കലും അവൾ ഇവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്താണ് കുഴപ്പം? അവൾ എന്നോട് അല്ലല്ലോ സൂഡോയുമായി അല്ലേ പെയർ ആയത്? അവളൊരു വൈറ്റ് റൂം സ്റ്റുഡൻ്റാണോ എന്ന സംശയം ക്ലിയറായി. പക്ഷേ അപ്പോഴായിരിക്കും നനാസിയുടെ ഒരു മെസ്സേജ് വരിക. എനിക്ക് നിന്നെ നാളെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മീറ്റ് ചെയ്യണം. പിന്നീട് ക്ലാസ് സിയിലെ കുറച്ച് സ്റ്റുഡൻസ് ഇരിക്കുന്നുണ്ടാവും. ക്ലാസ് സിക്ക് മറ്റൊരു ഓഫർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സംസാരിച്ചതിന് ശേഷം അവർ പറഞ്ഞത് അവർക്ക് 10,000 പോയിൻറ്റ്സ് കൊടുത്താൽ ക്ലാസ് സിയുമായി ഓഫർ ഇല്ലാതാകുമെന്നാണ്. ഇത് കേട്ട് റിയോൺ എന്നോട് ഫൈറ്റ് ചെയ്യാൻ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഇയേഴ്സിനോട് ചെന്ന് പറ, ഞാൻ റിയോൻ്റെ ഓഫറുമായി മാച്ച് ചെയ്യാൻ തയ്യാറാണെന്ന്. പക്ഷേ ഇത് ഫസ്റ്റ് ഇയേഴ്സിന് അഗ്രി ചെയ്യുമെന്ന് തോന്നിയിരുന്നാൽ അവരോട് പാർട്ട്ണർ കോൺടാക്ട് ചെയ്യുന്നത്. ഒഴിച്ച് അത് കേട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. റിയോൺ, നിൻ്റെ സ്ട്രാറ്റജി എനിക്ക് തന്നെയാണ് ബെനിഫിറ്റ് തരുന്നത്. അതിനർത്ഥം പ്രിൻസസ് പറയുന്നത് അത് വേണ്ടെന്നാണ്. റിയോൻ്റെ അറ്റൻഡ് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് ഒരു കുഴപ്പമുണ്ട്. അവൻ അതേ സ്റ്റുഡൻസിൻ്റെ കൂടെ തന്നെ മത്സരിച്ചു. പക്ഷേ കൈക്കൂലി കൊടുത്താൽ അവർക്ക് ഒരുപാട് പ്രൈവറ്റ് പോയിൻറ്റ്സ് സേവ് ചെയ്യാൻ പറ്റില്ലേ? അവരിത് പണത്തിന് വേണ്ടിയല്ല നടത്തുന്നത്. അത് ക്ലാസ് സിക്കല്ലേ അതിൻ്റെ ഗുണം. റിയോനും ക്ലാസ് സിയും ഇല്ലാതിരുന്നെങ്കിൽ നമ്മൾക്ക് എക്സലൻറ്റ് സ്റ്റുഡൻസിനെ സ്വന്തമായി കിട്ടില്ലായിരുന്നു. പക്ഷേ ക്ലാസ് സി മറ്റൊന്ന് ഓഫർ ചെയ്തപ്പോൾ നമ്മൾ പണം ഓഫർ ചെയ്തു. അവൻ എന്നെ വില കുറച്ചാണ് കാണുന്നത്, ക്ലാസ് എയുടെ പവറിനെയും. പിന്നീട് റിയോനെ ആയിരിക്കും കാണിക്കുക. അവൻ അവൻ്റെ ക്ലാസ്സിലെ ചില കുട്ടികളോട് ഡിസ്കഷൻ നടത്തുകയായിരിക്കും. അവരോട് ചെന്ന് പറ, ഞങ്ങൾ 1,00,000 കൊടുത്താൽ പരീക്ഷ കഴിഞ്ഞാൽ അത് ഇരട്ടിയായി വാങ്ങും. അവർ വിചാരിച്ചിരിക്കുന്നത് സക്കാനാഗമി
ഉയരുകയാണെന്നാണ്. നിനക്ക് ഉറപ്പാണോ അത് നിനക്ക് തന്നെ പണിയാകില്ലെന്ന്? നമ്മളും ഒരേ അമൗണ്ട് തന്നെയാണ് ഓഫർ ചെയ്തത്. പക്ഷേ ക്ലാസ് എയുടെ ബോണ്ട് വാല്യൂ നന്നായി ഉയർന്നു. റിയൂൻ അത് തൽക്കാലത്തേക്ക് മാത്രമാണ്. ഒരുത്തൻ ഇപ്പോഴും എന്തിനാ ഇങ്ങനെ വിളിച്ചെടുക്കുന്നത് തുടരുന്നത്? ഇതൊരു സാധാരണ ഗെയിം മാത്രമല്ല. ഇതിൻ്റെ പുറകിൽ പല കാരണങ്ങളുമുണ്ട്. ഞാൻ ക്ലാസ് എയെ തോൽപ്പിക്കാൻ നോക്കുകയാണ്. അതിന് ഇനിയും ക്ലാസ് പോയിന്റ്സ് വേണം. പിന്നീട് അയനക്കോജിയും ഒർഹിറ്റയും കൂടി നനാസയെ കാത്തിരിക്കും. നമ്മൾക്ക് ഹൊസൻ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയണം. ഒർഹിറ്റ, നീ ഞങ്ങളുടെ കാണാൻ വന്നതിൽ സന്തോഷം. എൻ്റെ പേര് നനാസെ. ഞാൻ നിങ്ങളോടാണ് നന്ദി പറയേണ്ടത്. ഒർഹിറ്റ, എന്നാൽ അധികം വളച്ചുകെട്ടില്ലാതെ കാര്യത്തിലേക്ക് വരാം. എൻ്റെ പ്രപ്പോസൽ പോയിന്റ്സ് കൊണ്ടുള്ളതല്ല, മനസ്സിലായി? അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ് കുറവുള്ള കുട്ടികൾക്ക് പാർട്ട്നേഴ്സിനെ വേണം. ഒരു അലയൻസ്? അതെ. നീ ഇവിടെ വരാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിനക്കൊരു നെഗോസിയേഷന് ശ്രമിക്കേണ്ടതോ? എനിക്ക് ആഗ്രഹമുണ്ട്. ഹൊസൻ അവൻ്റെ നേട്ടത്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്. കുറച്ച് അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ് ഉള്ള കുട്ടികൾക്ക് ടെസ്റ്റിന് മുമ്പേ പാർട്ട്ണറിനെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. പക്ഷേ എൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ അവൻ്റെ നേട്ടത്തിന് അവൻ ചെയ്തു കൂടുന്ന കാര്യങ്ങൾ ക്ലാസ് യൂണിറ്റിന് തകർച്ചയ്ക്ക് കാരണമായേക്കാം. അത് ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു നെഗോസിയേഷന് വേണ്ടി ശ്രമിക്കുന്നത്, നമ്മളുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി. ഹൊർഹിറ്റ്, എത്ര കുട്ടികളാണ് ക്ലാസ് 1Dയിൽ പാർട്ട്ണറിനെ കണ്ടെത്താൻ പാടുപെടുന്നത്? 15. അത് ഞാൻ ചിന്തിച്ചതിനേക്കാൾ കൂടുതലാണ്. നിന്റെ കൂടി ഒരു ലാർജ് കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യമാണോ? നീയും ഞാനും കൂടെ 15 ആളുകൾ പാർട്ട്ണർഷിപ്പ് കണ്ടുപിടിക്കണം. നനാസി, അത് നല്ല പ്രപ്പോസൽ തന്നെയാണ്. പക്ഷേ ഹൊസൻ ഒരിക്കലും പണം വാങ്ങാതെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല. അത് എന്തുകൊണ്ട്? എനിക്ക് തോന്നുന്നില്ല അവനത് സമ്മതിക്കുമെന്ന്. അയനക്കോജി, അപ്പോഴിതാണല്ലേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഞാൻ ഹൊസൻ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പഠിച്ചു എന്ന് പറയുന്നതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.